സുപ്രഭാതം സുഹൃത്തുക്കളെ. ഇത് രാവിലെ ദുബായിലെ ഒരു ചിത്രീകരണത്തിന് വേണ്ടി ഈ റൂമിൽ നിന്നും ഞാൻ പുറത്തേക്ക് വരികയാണ്. ഇത് ഞാനിവിടെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ് സമുച്ചയമാണ്. ഇവിടെ നിന്നുമുള്ള പുറത്തേക്കുള്ള ചിത്രീകരണത്തിന് ഞാൻ രാവിലെ തന്നെ എണീറ്റു. ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇവിടുത്തെ ഡോറിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ ഡോറിൽ ഒരു സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഈ സെൻസർ ഞെക്കിയാൽ മാത്രമേ ഡോറ് തുറക്കുകയുള്ളൂ. ഇവിടുത്തുള്ള സംവിധാനങ്ങളെല്ലാം ഈ രീതിയിലാണ്. തിരിച്ച് കയറുന്നെങ്കിൽ നമ്പർ നമ്മൾ ചെയ്യണം. നമ്പർ ചെയ്തെങ്കിൽ മാത്രമേ കയറാൻ കഴിയുള്ളൂ. ഇത് ഈ പുറത്തേക്കുള്ള വഴിയുടെ ദൃശ്യങ്ങളാണ്. ഇതൊരു ചെറിയ പ്രദേശമാണ്. ഇവിടെ ഒരുപാട് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ട്. റെസിഡൻഷ്യൽ ഏരിയയാണ്. വളരെ തിരക്ക് കുറഞ്ഞ ഭാഗമാണ് ഈ ഏരിയ. ഇവിടെ ഒരുപാട് കടകളും അതുപോലെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മറ്റുള്ള ഇലക്ട്രോണിക് സാധനങ്ങളും വളരെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിൽ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. ഇത് ചെന്നിറങ്ങുന്നത് ഒരു മെയിൻ റോഡിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഭാഗത്തു കൂടി വീണ്ടും മുന്നോക്കി നടന്നു കഴിഞ്ഞാൽ വലിയൊരു മെയിൻ റോഡ് തന്നെ പോകുന്നത് കാണാം. ആ റോഡ് ശരിക്കും അബുദാബിയിലേക്കും ഷാർജയിലേക്കും ഫുജീറയിലേക്കും അലൈനിലേക്കും പോകുന്ന റോഡാണ്. അതിൻ്റെ മുന്നിലേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടുത്തെ തെരുവിൻ്റെ ഒരു ഭാഗമാണ്. പാർക്കിംഗ് ഇവിടെ ഏറ്റവും വലിയൊരു വിഷയമാണ്. പാർക്കിംഗ് കിട്ടുക എന്ന് തന്നെ വലിയൊരു പ്രയാസം പിടിച്ച ഒരു രീതിയാണ്. വലിയ വലിയ ഹോട്ടൽ സമുച്ചയങ്ങളും റെസ്റ്റോറൻറ്റുകളും വലിയ വിപുലമായ ഇലക്ട്രോണിക്സ് കടകളും ഉള്ള ഒരു വലിയൊരു LLC പ്രദേശമാണ്. ഇത് മെയിൻ റോഡിൻ്റെ ഭാഗത്തേക്കുള്ള വഴിയാണ്. അവിടെ വലിയ സംവിധാനങ്ങളുള്ളത്. ഈ കാണുന്നത് മെയിൻ റോഡിലേക്ക് പോകുന്ന ഒരു ഫുട്പാത്താണ്. ഇത് ചെന്ന് നിൽക്കുന്നത് മെയിൻ റോഡിൻ്റെ അടുത്തുള്ള സിഗ്നൽ ഏരിയയിലേക്കാണ്. സിഗ്നൽ സംവിധാനം വളരെ മഹത്തായ ഒരു രീതിയാണ്. ഇവിടെ എല്ലാ വാഹനങ്ങളും കൃത്യമായിട്ട് സിഗ്നൽ നോക്കി തന്നെ പോകുന്നു. അത് നമ്മുടെ ഇവിടെ പോലെ രാവിലെ 8 മണിക്ക് മാത്രമല്ല സിഗ്നൽ ഓപ്പൺ ആവുന്നത്. 24 മണിക്കൂറും സിഗ്നൽ അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. വളരെ കൃത്യമായ ഗതാഗത സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വളരെ അടുക്കും ചിട്ടയുമായ സംവിധാനങ്ങൾ തന്നെ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും സ്വീകരിക്കുന്നുണ്ട്, നടപ്പാക്കുന്നുണ്ട്. അത് ലംഘിച്ചുള്ള ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഫൈൻ വരും. കാർ പാർക്കിംഗ് ചെയ്യുന്നതായാലും ശരി തന്നെ, പാർക്ക് ചെയ്യാൻ പാടില്ലാത്ത പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പിഴ അപ്പോൾ തന്നെ ഫോണിലേക്ക് വരും. അത് അടയ്ക്കാതിരുന്നാൽ ഓരോ ദിവസവും ഫൈൻ കൂടിക്കൊണ്ടിരിക്കും. എത്ര നാൾ അടയ്ക്കാതിരിക്കുന്നോ അത്ര നാൾ ഫൈൻ കൂടും. ആ ഫൈൻ മുഴുവനും കെട്ടി മാത്രമേ പറ്റുള്ളൂ. ഫൈനിൽ നിന്നും ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ഇവിടെയുള്ള പാർക്കിംഗ് ചെയ്യുന്ന എല്ലാ വ്യക്തികളും വളരെ കൃത്യമായിട്ട് തന്നെ പാർക്ക് ചെയ്യുന്നു. അല്ലാത്ത പക്ഷം അവർ ഫൈന് അടയ്ക്കുവാൻ വേണ്ടി സന്നദ്ധരാണ്. ഇത് മെയിൻ റോഡ് കടക്കാനുള്ള ഒരു സീബ്ര ക്രോസിംഗ് ആണ്. സിഗ്നൽ കിട്ടിയെങ്കിൽ മാത്രമേ അവർ ഈ മെയിൻ റോഡ് കടക്കുകയുള്ളൂ. വാഹനങ്ങളുടെ അതിപ്രസരണം ഇപ്പോൾ ഇല്ല. ഇത് വളരെ രാവിലെയാണ്. 6 മണിക്കുള്ള ചിത്രീകരണം ആണ് നടക്കുന്നത്.
തെരുവിലെ ആൾക്കാരാണ്. ഇത് ഇവിടുത്തെ തെരുവിലെ പൂച്ചകളാണ്. നമ്മുടെ നാട്ടിൽ തെരുവിൽ പട്ടികളാണെങ്കിൽ ഇവിടെ പൂച്ചകളുടെ ഒരു സംഗമം തന്നെ കാണാൻ കഴിയും. വേറെ പൊതുജനങ്ങൾക്ക് ഉപദ്രവമില്ല. അതിൻ്റെ പ്രത്യേക ഏരിയയിൽ മാത്രം. ഇത് സാധാരണ ഈ റെസിഡൻഷ്യൽ ഏരിയ ഭാഗങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. അല്ലാതെ തിരക്ക് കുറഞ്ഞ മറ്റുള്ള മെയിൻ റോഡ് ഭാഗങ്ങളിലൊന്നും ഇതിനെ കാണാൻ സാധിക്കില്ല. എന്ന് വെച്ച് ക്രോസ് ചെയ്യാൻ പോലും ഇതിന് കഴിയുന്നില്ല. പാർക്കിംഗ് തന്നെ വളരെ അടുക്കും ചിട്ടയോടും കൂടി മാത്രമാണ് ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ അവരനുസരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നും കാര്യങ്ങളും നമ്മുടെ അവിടെ പോലെ പുറത്തേക്ക് വലിച്ചെറിയുന്നില്ല. കുറ്റം പറയുന്നതല്ല, അവരുടെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അത് സ്വീകരിക്കുന്ന നമ്മളെപ്പോലുള്ള മലയാളികളും നല്ല രീതിയിൽ തന്നെ അത് അംഗീകരിക്കുന്നുണ്ട്. അവർ ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. നാട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു വേർതിരിവ് മാത്രമേ അവർ കാണിക്കുന്നുള്ളൂ. എന്താണ് അതിൻ്റെ ഉള്ളിലെ പ്രശ്നമെന്ന് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇവിടെ നല്ല അടുക്കും ചിട്ടയോടുള്ള ജീവിതമാണ് കാഴ്ചവെക്കുന്നത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ വളരെ കൃത്യതയോടും ഭംഗിയോടും നീറ്റായിട്ടും ചെയ്യുന്നുണ്ട്. ആരും അവർക്ക് ഉപദേശം കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ അതിനനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇത് ഒരു വെളിം പ്രദേശമാണ്, സിറ്റിയുടെ അടുത്ത് തന്നെ. ഇവിടെ കാക്കകളെ അധികം കാണാറില്ല. എന്നാലും രാവിലെ ഇന്ന് പ്രഭാത യാത്രയിൽ ഞാൻ ഈ കാക്കകളെ കണ്ടു. പ്രാവുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇവർ നഗരം വൃത്തിയാക്കുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു. വളരെ കുറച്ച് മാത്രം സമയത്തെ ഈ കാക്കകളെ പകൽ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു ക്രിക്കറ്റ് കളിയുടെ രംഗമാണ്. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇന്ന് വീക്കെൻഡ് ആയതിനാൽ, ശനിയും ഞായറും വീക്കെൻഡ് ആയതിനാൽ ഇവിടെ രാവിലെ തന്നെ അവർ ഈ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു പ്രഭാതം ആണ് ഇവിടെ. വളരെ നിശബ്ദമായ രീതിയിലുള്ളൊരു പ്രഭാത കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിൽ വലിയ പ്രത്യേകതയൊന്നുമല്ല, എന്നാലും ദുബായിലെ ഒരു പ്രഭാത കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുവാൻ ഞാൻ എളിയ രീതിയിൽ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള സഹകരണവും ഞാൻ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഒരു പ്രഭാത കാഴ്ച കാണിക്കുക എന്ന് മാത്രമാണ്. ഇത് ഇവിടുത്തെ ഡെലിവറി ബോയ്സിൻ്റെ വാഹനങ്ങളാണ്. അവർ ഡെലിവറി ബോയ്സിൻ്റെ തുടങ്ങാനുള്ള സമയം ആയിട്ടില്ല. ഏകദേശം 7-8 മണിക്ക് മാത്രമേ ഡെലിവറി ആരംഭിക്കുകയുള്ളൂ. ഇത്രയും നല്ല രീതിയിൽ ഒരു സ്ട്രീറ്റ് അവർ കൈകാര്യം ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ വീഡിയോയ്ക്ക് നിങ്ങളുടെ എളിയ സബ്സ്ക്രിപ്ഷനും ഷെയറും നൽകി സഹായിക്കുക. ഈ എളിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്ത് നല്ല രീതിയിൽ സഹകരിക്കുക.